സിറിയയിൽ ഇസ്രയേലിന്റെ ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 5 മണിക്കൂറിനുള്ളിൽ മാത്രം സിറിയയുടെ പല മേഖലകളിലായി 60-ലധികം മിസൈൽ ആക്രമണമാണ് നടത്തിയത്. സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ആ സൈനിക കേന്ദ്രങ്ങളിലുള്ള ആയുധങ്ങൾ അത് ഇസ്രയേലിന് നേർക്ക് തിരിയുമെന്ന ഭയം തന്നെയാണ് ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. തലസ്ഥാന നഗരമായ ഡമാസ്കസ് വിമതർ പിടിച്ചെടുക്കുകയും പ്രസിഡന്റായിട്ടുള്ള അസദ് രാജ്യം വിട്ടുപോവുകയും ചെയ്തതോടെ സിറിയയുടെ ഭരണം അനിശ്ചിതാവസ്ഥയിലൂടെയാണ്. എന്നാൽ നിലവിൽ HTS പറയുന്നതനുസരിച്ച് അടുത്ത ദിവസം മുതൽ തന്നെ സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെ പഴയ അവസ്ഥയിലേക്ക് വരുമെന്നും 80%-ലധികം കുട്ടികൾ സ്കൂളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാകുന്നുവെന്നു കൂടിയാണ്. എന്തായിരുന്നാലും ഈ സാഹചര്യം നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണവും. സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ശനിയാഴ്ച രാത്രിയാണ് 5 മണിക്കൂർ കൊണ്ട് 61-ലധികം മിസൈലുകൾ ഇസ്രയേൽ തൊടുത്തുവിട്ടത്. യുദ്ധ നിരീക്ഷകരായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ 2012 ശേഷം ആ മേഖലയിൽ നടന്ന ഏറ്റവും തീവ്രമായ ഒരു ബോംബാക്രമണം തന്നെയാണിത്. ഞായറാഴ്ച വൈകിയാണ് ഇസ്രയേൽ സിറിയയുടെ തീരപ്രദേശമായ ടാർട്ടസ് മേഖലയിൽ തുടർച്ചയായി തന്നെ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ, ഉപരിതലത്തിൽ നിന്നും ഉപരിതല മിസൈൽ വെയർഹൌസുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക സൈറ്റുകളെ തന്നെയാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നു. അത് വലിയ സ്ഫോടനങ്ങൾ തന്നെയാണ് അവിടെ നടന്നത് എന്നതിന്റെ തെളിവായി മാറുന്നു. 23ാം എയർ ഡിഫൻസ് ബ്രിഗേഡിന്റെ അടിത്തറയും അത്യാധുനിക ആയുധങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിച്ച കേന്ദ്രങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഈ ആക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞുവെന്നാണ് ഒബ്സർവേറ്ററിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഹിസ്ബുള്ള പോലുള്ള ശത്രുക്കളായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ അത്യാധുനിക ആയുധങ്ങൾ ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കാം. സിറിയയുടെ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഹിസ്ബുള്ള ഈ ആയുധങ്ങൾ ശേഖരിച്ച് ഒരുപക്ഷെ നാളെ ഇസ്രയേലിന് നേർക്കൊരു ആക്രമണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഈ ആയുധങ്ങൾ എത്തുന്നത് തടയാൻ വേണ്ടി ഇസ്രയേൽ ദീർഘകാലമായി സിറിയൻ വ്യോമ മേഖലയൊക്കെ തന്നെ നിരീക്ഷിച്ചു പോന്നിരുന്നത്. സുരക്ഷാ ഭീഷണികളെ തടയാനും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിരത നിലനിർത്താനും വേണ്ടിയിട്ടാണ് തങ്ങളിപ്പോൾ ഈ നിമിഷത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഒരു കാരണവശാലും സിറിയയോടുള്ള വൈരാഗ്യമോ അവിടുത്തെ ജനതയോടുള്ള ശത്രുതാ മനോഭാവവും ഒന്നുമല്ല, തങ്ങളുടെ സുരക്ഷ മാത്രമാണ് മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു സിറിയൻ വിമത സഖ്യം. വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ഇക്കാര്യം തുറന്നു പറയുന്നു. സിറിയൻ വാർത്താ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലൂടെയാണ് ഇക്കാര്യം എടുത്തു പറഞ്ഞതും ഇസ്രയേലിന് ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നതും. പക്ഷേ ഇസ്രയേലിനോട് പോരാടാൻ തങ്ങൾക്ക് ഒരു തരത്തിലും താല്പര്യമില്ല, ഒരു യുദ്ധം തുടങ്ങിവെക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ സിറിയയ്ക്ക് നേർക്കുണ്ടാകുന്ന ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം അത് ഉറപ്പായും നൽകുമെന്നും സൂചിപ്പിക്കുന്നു. സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് മുന്നിൽ ഇനി ഒഴിവുകഴിവുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയൊരു ആക്രമണം നടത്തുകയാണ് അത് പരിധി കടന്ന ആക്രമണമായി നോക്കിക്കാണുമെന്നാണ് ജുലാനി വ്യക്തമാക്കുന്നത്. ഏകദേശം കുറേ വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനും സംഘർഷത്തിനും ശേഷം തകർന്നടിഞ്ഞ് മണ്ണിൽ നിലംപൊത്തിയിരിക്കുന്ന സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കാൻ ഒരു കാരണവശാലും തങ്ങൾ അനുവദിക്കില്ല എന്ന് ജുലാനി തന്നെ പറയുന്നു. സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങൾ ഒരു കാരണവശാലും തങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല. രാജ്യത്തിന്റെ പുനർനിർമ്മാണം ഇത് തന്നെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. സിറിയ ആക്രമണത്തിനുള്ള വേദിയാക്കിയത് ഇറാനാണ്. അതിനുള്ള ഒരു അന്ത്യം കുറിക്കാനുള്ള വിപ്ലവമാണ് തങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് അതിലൂടെ സാധിച്ചിരിക്കുന്നു. അവരുമായി നിലവിൽ ശത്രുത ഒന്നും തന്നെ ഇല്ല എന്നും ജുലാനി പറയുന്നുണ്ട്. പക്ഷേ സിറിയൻ മണ്ണിൽ ഇനി ആക്രമണം നടത്തിയാൽ, സിറിയൻ മണ്ണ് മറ്റൊരു കലാപത്തിനായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയ ഭവിഷ്യത്ത്, വലിയ വില തന്നെയായിരിക്കും അവരൊക്കെ തന്നെ നൽകേണ്ടി വരുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് സാധാരണ ജനങ്ങളെ ആക്രമിച്ച് റഷ്യൻ സൈന്യത്തെ ജുലാനി കടന്നാക്രമിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ പൊതു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കാൻ നിലവിൽ കഴിയുമെന്നാണ് ജുലാനി പറയുന്നത്. ഒരുപക്ഷെ ഇല്ല എങ്കിൽ ജുലാനിയുമായും റഷ്യയ്ക്ക് സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.